ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മക്കൾ മദ്രസിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ കാണുന്നത് നല്ല മഞ്ഞുണ്ട്, നല്ല മഞ്ഞ് കോട മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ പാവം മക്കൾക്ക് മദ്രസിൽ പോകുന്നുണ്ടല്ലോ, പാവം ആവട്ടോ അങ്ങനെ കാണുമ്പോൾ. പിന്നെ കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്ന് അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് കട്ടനും അതുപോലെ കുറച്ച് മിച്ചറും ഉണ്ട്, അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മിച്ചറിലുള്ള കടല എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിലുള്ള ഈ ഒരു മണികളും അതുപോലെ ഈ കോലുകളില്ലേ, അതൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ എൻ്റെ നാത്തൂനെ ഞാൻ ഫൗസ്താത്ത എന്നാട്ടോ വിളിക്കൽ, ഫൗസിയ എന്നാണ് പേര്. അപ്പോൾ അവരിന്ന് മുറ്റടിക്കില്ല കേട്ടോ, മഞ്ഞായതുകൊണ്ട് തന്നെ അകൊക്കെ അടിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ, നമുക്ക് സുഖമാണല്ലോ. അപ്പം എൻ്റെ കാലിന് ചെറിയൊരു പരിക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങനെ റെസ്റ്റ് മീൻസ് അങ്ങനെ നമുക്ക് കുറേ നിന്നിട്ടുള്ള പണി എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നീര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതാ കട്ടൻ ചായയും മിച്ചറൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുകയാണേ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോകുന്ന വഴിയിൽ ഞാനിതാ കാർപ്പറ്റ് ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നേരെ വിരിച്ചെടുക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ, രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. നല്ല കിളികളുടെ ശബ്ദവും അതുപോലെ ഇങ്ങനെ മുറ്റത്തുള്ള ഫ്ലവേഴ്സിൽ ഇങ്ങനെ വരുന്ന കിളികളെയൊക്കെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് നടന്നു പോയി നോക്കിയിട്ടോ. കാലിന് റെസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ ചാടിച്ചാടിയിട്ടായാലും ചെടിയുടെ അടുത്തേക്ക് എത്തും കേട്ടോ. ഈ ഒരു ഫിലോഡെൻഡ്രോൺ പ്ലാന്റ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. ഈ ഒരു പ്ലാന്റിന് 150 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയി അതിലുള്ള കരിഞ്ഞ ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേണ് കേട് വന്ന് എന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് സാഫിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് അതിനിതാ പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഓൺലൈനിൽ. അപ്പോൾ ഇതും നല്ലോണം നല്ല ലീഫൊക്കെ ആയിട്ട് വലുതായി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചെടികളെയും ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം ഞാനിതാ വീണ്ടും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഫൗസ്താത്ത അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അടിച്ചു വാരുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ബെഡൊക്കെ തട്ടിയിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ 2 റൂമിലും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളിൽ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കെടുക്കും. ചില സമയത്ത് മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ കാണാൻ. നല്ല നീളമുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഇതുപോലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് നമ്മുടെ ടേബിൾ കാണാൻ.
പിന്നെ ഒന്നാമത് ഇന്ന് കുറേ നേരം രാവിലെ തന്നെ ഞാൻ ചെടിയുടെ അടുത്ത് പോയിരിക്കാൻ കാരണം ഇതാണ് കേട്ടോ. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറാട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറിയും പൊറാട്ടയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ കുറച്ച് നേരം ചെടിയുടെ അടുത്തും അതുപോലെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ആസ്വദിച്ചിരുന്നത്. അല്ലെങ്കിലും ആസ്വദിക്കാനൊക്കെ നേരം കിട്ടലുണ്ട്, എന്നാലും ഇന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതാ ഉമ്മച്ചി ഇതാ അതൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഇതാ മക്കളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ മദ്രസ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഥ പറയാനുണ്ടാവും കേട്ടോ. ഇവർ രണ്ടാളും കൂടെ സൈക്കിൾ മേലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ കണ്ട കാഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഇവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടിരുന്നു. പിന്നെ വേഗം ദാ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നല്ലൊരു കോമ്പിനേഷനാണല്ലേ പൊറാട്ടയും ബീഫും. അങ്ങനെ ഞാൻ ബീഫൊക്കെ കൂട്ടി പൊറാട്ട കഴിക്കുകയാണ്. അങ്ങനെ പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സാണ് കേട്ടോ, നമുക്കും യൂണിഫോം ഇല്ല. അങ്ങനെ ഞാനും മോനും കൂടെ പോവാണ്. പിന്നെ ഞങ്ങൾ സ്കൂളിലെത്തിട്ടോ. അപ്പോൾ ടാലൻറ്റ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റിവിഷൻ ചെയ്യും വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. വെരി ഗുഡ്. അങ്ങനെ പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന വഴി മക്കളെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയതാണ്. അപ്പോൾ അതാ മൂത്ത മോന് വേറെ സ്കൂളാണല്ലോ. അപ്പോൾ അവൻ്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഇറക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ ഏതായാലും മക്കൾ രണ്ടാളെയും മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കട്ടെ. മക്കളെ രണ്ടാളെ മുടിയും വേഗം വളരുന്ന സൈസാണ് കേട്ടോ. അപ്പോൾ എത്ര കുറ്റിയാക്കി വെട്ടിയാലും പിന്നെയും വേഗം ഉണ്ടാവും. അങ്ങനെ ഏതായാലും രണ്ട് മക്കളെയും മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കുകയാണ്. അപ്പോൾ മുടി വെട്ടുന്ന സമയത്ത് ഇവർക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അനുമോൻ്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ സനുമോൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ. അങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല, സാധാരണ സ്ലോപ്പ് ആക്കിയിട്ടോ അങ്ങനെ നല്ല സാധാ വൃത്തിയിൽ എങ്ങനെയാണോ അതുപോലെ മുടി കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതായാലും രണ്ടാളെ മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴി കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചതാണ്. പിന്നെ അതാ രാത്രിയേക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ട്, പരിപ്പും ചേമ്പൂട്ട കറിയുണ്ട്, നല്ല തേങ്ങ അരച്ച നല്ല കറിയുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിമോരുണ്ട്. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പണിയൊന്നുമില്ല ഇനി. പിന്നെയുള്ള പണി ചായ ഉണ്ടാക്കലും കുടിക്കലൊക്കെ ആണ് കേട്ടോ. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്. അസ്സലാമു അലൈക്കും.